ഹലോ ഹായ് എല്ലാവരും ഇങ്ങോട്ട് പോരെ. ഒരു അടിപൊളി വീഡിയോ ആണ്. എന്താ ഇതിൻ്റെ അവസാനം ഞെട്ടും മക്കളെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇത്ര നല്ല അടിപൊളിയായിട്ട് ഇത് ആയിത്തീരുന്ന്. വെറുതെ ഇരുന്നപ്പോൾ ഇങ്ങനെ ഈ ഫ്ലവർ ഇങ്ങനെ ഉള്ളേരോ ഇതിനെന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ചിട്ട് തുടങ്ങി വെച്ചതാണ്. ആദ്യം പണിപാളിയെന്ന് വിചാരിച്ചതാണ്. പിന്നെ നോക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഇത് കണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം റെസിൻ ആർട്ടിൻ്റെ കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നേ വീട്ടിൽ. അപ്പോൾ അതും ഇതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങളാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഈ പരീക്ഷണം നടത്തുന്നത്. അപ്പോൾ കുറച്ച് വൈറ്റ് കളറൊക്കെ അതിൽ ചേർത്തിട്ട് നമ്മളിങ്ങനെ മിക്സ് ചെയ്യാണ്. വൈറ്റ് കളറാണെങ്കിൽ ഭയങ്കരമായിട്ട് കട്ട കെട്ടിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ മിക്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം തന്നെ ഞങ്ങൾ വിചാരിച്ചത് ഇത് കുളമായി എന്ന്. അപ്പോൾ ഇപ്പം കാണുമ്പോൾ അത് നല്ല ഭംഗിയിൽ മിക്സ് ആയിട്ടുണ്ടെങ്കിലും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലോണം മിക്സ് ആയിട്ടൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ തുടങ്ങി വെച്ചതല്ലേ, നമുക്ക് ഒന്ന് എന്താ പറയുക മുമ്പോട്ടേക്കിനെ പോകാമെന്നുള്ളതിലൊന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതൊക്കെ ഒരു ഫ്രെയിം ഉണ്ടായിരുന്നേ കയ്യിൽ. അപ്പോൾ ആ ഫ്രെയിമിൽ ആ ഫ്രെയിമിൻ്റെ ബോർഡിൽ എന്ത് ചെയ്ത് അതൊക്കെ ഒഴിച്ച് കൊടുത്ത്, എന്നിട്ട് നമ്മൾ ആ ഫ്ലവറില്ലേ ആ ഫ്ലവർ എടുത്തിട്ട് ആദ്യം തന്നെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്ന് മൊത്തത്തിലൊന്ന് മുക്കി നോക്കി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള അറിയേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല. അതുമാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ ഈ ലിക്വിഡൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാ ഫ്ലവേഴ്സും മുങ്ങി എടുക്കാനുള്ള ലിക്വിഡൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഈ ഒരെണ്ണം മാത്രം ഞങ്ങളിങ്ങനെ ചെയ്തിട്ട് ബാക്കിയൊക്കെ അതിൻ്റെ മേലെ കൂടെ ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഞെട്ടും. ഭയങ്കര അത്രക്കും നല്ല അടിപൊളിയായിട്ടുണ്ടേനു. അപ്പോൾ ഇത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണണേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ അത് ഇങ്ങനെ നല്ലോണം മുക്കിയിട്ട് ഞങ്ങൾ ആ ബോർഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടാൽ ഞാൻ പറഞ്ഞിട്ടില്ലേ വൈറ്റ് കളർ നല്ലോണം ഒന്നും മിക്സ് ആയിട്ടില്ല എന്ന്. അതാണ് അവിടെ ഇങ്ങനെ കുത്തിട്ട പോലെ കാണുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ അത് ഉണങ്ങി കഴിഞ്ഞപ്പോൾ കാണാൻ. എന്നിട്ട് കുറച്ച് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് ജസ്റ്റ് ആ തണ്ടുകളെല്ലാം ഒന്ന് കറക്റ്റ് അവിടെ പിടിച്ചിട്ടുണ്ടിട്ട് അതിൽ മേലെ കുറച്ചധികം ഒഴിച്ച് ബാക്കി ഫ്ലവേഴ്സിൻ്റെ മേലെയെല്ലാം നമ്മൾ ജസ്റ്റ് എല്ലാം ഒന്നിങ്ങനെ എന്താ പറയുക ഒട്ടി നിൽക്കുന്ന രീതിയിൽ മാത്രം ഒഴിച്ചു കൊടുത്തു. ഒരുപാടൊന്നും ഒഴിക്കാണ്ട് ഫ്ലവേഴ്സിൻ്റെ മേലെ കൂടെ ആ തണ്ടൊക്കെ കറക്റ്റ് ഒഴിച്ചു കൊടുത്തേ, പുറത്താവാണ്ട് കണ്ടിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്നൊരു സംഭവമില്ലേ, അത് തന്നെയായിരുന്നു ഇവിടെ നമ്മൾ ഉണ്ടാക്കിയത്. പക്ഷെ അതൊരു നല്ലൊരു അടിപൊളിയായിരുന്നു. ഭയങ്കര ഇഷ്ടമായി. മുഴുവനും ഒഴിക്കാൻ തോന്നാത്തതൊരു കണക്കിന് നന്നായി റിസൾട്ട് കണ്ടപ്പോൾ നമുക്ക് തോന്നി. ഫുള്ള് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആകെ കൊള്ളാമായിരുന്നു. ഇതിപ്പോൾ അടിപൊളിയായി. കണ്ട എന്ത് ഭംഗിയാണെന്നറിയോ, ഡബിൾ കളറിലായി ഇങ്ങനെ ആ ഒരു ലിക്വിഡ് വന്ന് വീണ സ്ഥലങ്ങളെല്ലാം ഇല്ലേ കളേഴ്സ് കണ്ട യെല്ലോ മാറിയിട്ട് വേറൊരു കളറും കൂടി ആയില്ലേ. അങ്ങനെ നല്ലൊരു 2 ഡബിൾ കളറിലായിട്ട് എന്താ ഭംഗിയല്ലേ ഈ ഫ്രെയിം കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ. കൂടെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.